സഹയോഗി, രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ്. ആ നല്ല ശീലങ്ങൾ നമുക്കവരെ സ്നേഹത്തോടെ പഠിപ്പിക്കാം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുടുംബ ബന്ധം ശക്തമാക്കും. വാ മോളെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ശരി അമ്മേ. ആദ്യം രക്ഷിതാവിന്റെ സഹായത്തോടെ ഗ്ലാസ്സിൽ നിന്നും വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുക. ദാ അമ്മ വെള്ളം തരാം, പതുക്കെ കുടിച്ചാൽ മതി കേട്ടോ. കുട്ടി സ്വയം കപ്പ് പിടിച്ച് വെള്ളം കുടിക്കാൻ പഠിക്കണം. ആദ്യഘട്ടങ്ങളിൽ ചെറിയ അളവിൽ മാത്രം വെള്ളം നൽകുക. ദാ ഈ 2 കൈകൊണ്ടും ഇങ്ങനെ പിടിച്ചേ. ഇങ്ങനെയാണോ? മിടുക്കി. കുട്ടിയെ കപ്പെടുത്ത് വായയിലേക്ക് കൊണ്ടുപോയി കുടിച്ച് മേശയിൽ വെക്കാൻ പഠിപ്പിക്കുക. ഇനി മോള് തനിയെ ഒന്ന് കുടിച്ചു നോക്കിക്കേ. അടിപൊളി, മോള് തനിയെ വെള്ളം കുടിച്ചല്ലോ. ചില കുട്ടികൾക്ക് സ്ട്രോ ഉപയോഗിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എളുപ്പമാക്കും. മുകളിലേക്ക് വലിച്ചേ വെള്ളം വരുന്നുണ്ടോ? വരുന്നുണ്ട്. അടുത്തതായി കുട്ടികൾക്ക് ഭക്ഷണം നൽകാനുള്ള രീതി നോക്കാം. ചെറിയ അളവുകൾ മാത്രം നൽകുക. സ്വയം കഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ആദ്യം ഉരുളകളാക്കി നൽകാം. ദാ അമ്മ ചെറിയ ഒരു ഉരുളയാക്കി തരാം, മോള് തനിയെ എടുത്ത് കഴിച്ചു നോക്കിക്കേ. അനുയോജ്യമായ വലിപ്പമുള്ള സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം. സ്പൂൺ ദാ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് കുറച്ചെടുത്ത് വായിൽ വെക്കാം. ശ്രമിച്ചു നോക്കിക്കേ. ശരി അമ്മേ. അടുത്തതായി ടവൽ ശരിയായി ഉപയോഗിക്കുക. വായയും കൈയും തുടയ്ക്കുക. കഴിച്ചു കഴിഞ്ഞാൽ വായും കൈയുമൊക്കെ നമുക്ക് ടവൽ വെച്ച് തുടയ്ക്കാം അല്ലേ? അതെ. വീട്ടിൽ തീന്മേശ ചിട്ടകൾ അവരെ പഠിപ്പിക്കുക. മോളെ, ഭക്ഷണം കളിക്കാനുള്ളതല്ല, കഴിക്കാനുള്ളതാ. നല്ല കുട്ടികളാരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇനി ചെയ്യത്തില്ല അമ്മേ. പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് കുട്ടിയുടെ കഴിവുകൾ പരിശോധിക്കുക. നിനക്ക് സ്പൂൺ ഉപയോഗിക്കാൻ അറിയുമോ? അറിയാം. അപ്പോ മോൾക്ക് അമ്മ ആഹാരം തന്നാൽ ഇനി സ്വന്തമായി കഴിക്കുമല്ലോ. കഴിക്കും. സ്വയം ഭക്ഷണം കഴിക്കുന്ന കഴിവ് കുട്ടിയുടെ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും വർദ്ധിപ്പിക്കുന്നു.